ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വറുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അട ഉണ്ടാക്കാനായിട്ട്. ഇതൊരു സ്പെഷ്യൽ അടയാണ്. ഇത് പഴടയാണ് കേട്ടോ. ഇതിലെ പഴം മിക്സ് ചെയ്തിട്ടാണ് അട ഉണ്ടാക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പും അരിപ്പൊടിയും മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് അടയ്ക്ക് പാകത്തിന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അടയിലേക്ക് 1 കപ്പിൻ്റെ മൊത്തം വെള്ളം എടുത്തിട്ടില്ല. കണ്ടോ, ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്, കാണുന്നില്ലേ? കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, മൊത്തമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി അട പരത്താനായിട്ട് നോക്കാം. നമ്മൾ അടയുടെ നാളികേരം ശർക്കരയൊക്കെ വെച്ച് കൊടുക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 നേന്ത്രപ്പഴം, അതുപോലെ തന്നെ 1 കപ്പ് നാളികേരം ചെരുകിയത്, 1 അച്ച് ശർക്കര, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഇനി നമുക്ക് നല്ല പോലെ എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ പഴട എന്നാണ് ഞങ്ങൾ പറയാറ്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അട പരത്താനായിട്ട് നോക്കാം. ഇലയിലാണ് ഞാൻ അട പരത്തുന്നത്. അപ്പോൾ അട പരത്താനായിട്ട് ഞാൻ 1 അടയ്ക്കുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ അറിയാലോ, ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ നനച്ചിട്ട് ഈ അട അതിനെ പരത്തുക. നല്ല നൈസായിട്ട് പരത്തുമ്പോഴാണ് കേട്ടോ അട നല്ല ടേസ്റ്റ്. അട പരത്താൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും മാവ് നമ്മൾ കുഴക്കില്ലേ, അടയുടെ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇച്ചിരി ലൂസിൽ കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്തി കിട്ടും. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ? ഇതേ കണ്ടോ, നല്ല ഹാർഡല്ല എന്നാൽ നല്ല ലൂസും അല്ല. ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എല്ലാവരും തുമ്പ് വരെ വേഗം പരത്താൻ പറ്റും. പിന്നെ പരത്തി കൊടുക്കുമ്പോൾ എപ്പോഴും നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ അട പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പഴം നാളികേരമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അടയുടെ ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ അട പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മടക്കി വയ്ക്കുകയാണ്. എനിക്കറിയാം എല്ലാവർക്കും അട പരത്താൻ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് 1 പ്രാവശ്യം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അടയും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അട പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യണത്. അട പുഴുങ്ങി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, പ്രത്യേകിച്ച് പഴട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ ഇടയായിട്ട് വെച്ച് കൊടുക്കാം.
അപ്പോൾ സ്റ്റീമറിലേക്ക് എല്ലാ അടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അട ആയി വരട്ടെ. നമ്മൾ ഈ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മളിത് തിളച്ച വെള്ളത്തിലാണ് ഈ പൊടി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയുടെ വേവൊക്കെ ഏകദേശം ആയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി വേവാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റിൽ വേവിച്ചെടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് അട വെന്ത് വരും കേട്ടോ. അപ്പോൾ അട ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ പഴട ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അടയാണ്. പഴം കൂടിയും ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇതിൽ മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കിയിട്ട് നാളികേരവും പഴവും ജീരകവും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ണികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൽ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.